130-ലേറെ ക്രിമിനൽ കേസുകൾ, 1000-ലേറെ വാഹനമോഷണങ്ങൾ, 96 പ്രാവശ്യത്തിലധികം ജയിലിൽ പോകേണ്ടി വന്ന, കോടതിയിൽ ജഡ്ജായി ആൾമാറാട്ടം നടത്തുകയും 2500-ലധികം ആൾക്കാരെ മോചിതനാക്കിയ ഒരു കള്ളനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SL Diaries. 1939 ഹരിയാനയിലെ ഒരു സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് റാം മിറ്റൽ ജനിക്കുന്നത്. റാം മിറ്റലിന്റെ 25-ാമത്തെ വയസ്സ് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. വയസ്സിൽ അദ്ദേഹം ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം കുറെ കഷ്ടപ്പെട്ട് പഠിക്കുകയും ചെയ്തു. എന്നാൽ അതിനുവേണ്ടി നിറയെ എക്സാമുകൾ എഴുതി നോക്കിയെങ്കിലും അതിലൊന്നിലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചിട്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം കറക്റ്റായ വഴിയിലേക്ക് പോയാൽ അദ്ദേഹത്തിന് മുന്നേറാൻ പറ്റില്ല എന്നുള്ള ചിന്ത വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അടുത്തുള്ള ഒരു RTO ഓഫീസിൽ അദ്ദേഹം റൈറ്ററായി ജോലിക്ക് കയറുകയും അവിടെ വരുന്ന ആൾക്കാരെ പല രീതിയിൽ സഹായിച്ച് ചെറിയ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അവിടെ വരുന്ന ആൾക്കാർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുകയും അതിലൂടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കാനും അദ്ദേഹം ആരംഭിച്ചു. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഒരു ഗവൺമെന്റ് ജോലിക്ക് ആഗ്രഹം വരികയും അതിനുവേണ്ടി അദ്ദേഹത്തിന് വേണ്ടി തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് 1968 ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് റെയിൽവേയിൽ ജോലിക്ക് കയറുകയും ഏകദേശം 6 വർഷത്തേക്ക് അദ്ദേഹം റെയിൽവേ മാസ്റ്ററായി അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ആ ജോലി റിസൈൻ ചെയ്യുകയും സ്വന്തമായി എന്തെങ്കിലും ജോലി ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ കാലങ്ങളിൽ ഏറ്റവും വില കൂടിയ കാറുകളെ മോഷ്ടിക്കുകയും അതിനെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി വിൽക്കുകയും ആയിരുന്നു അദ്ദേഹം ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈകാതെ അദ്ദേഹത്തെ തുടർച്ചയായി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുകയും തനിക്ക് നിയമം അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു നിയമ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാരണം കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന ജോലി കുറച്ചു ദിവസം മാറ്റിവെക്കുകയും അദ്ദേഹം ഗുജറാത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് നിയമം പഠിക്കുകയും നിയമത്തിൽ ഡിഗ്രി എടുത്ത് പാസ്സാവുകയും ചെയ്തു. അദ്ദേഹം ലോ കംപ്ലീറ്റ് ആക്കിയ ശേഷം വീണ്ടും കാർ മോഷണത്തിലേക്ക് വരികയും പിന്നെയും അദ്ദേഹം കാർ മോഷ്ടിക്കാനും വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യാനും ആരംഭിച്ചു. ഒരു പ്രാവശ്യം ഇദ്ദേഹത്തെ ഡൽഹി കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസിനെ കബളിപ്പിച്ച് കോടതിയിൽ നിന്ന് തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തിൽ ഇതുവരെ ഒരു കള്ളനും ചെയ്യാത്ത ഒരു വലിയ കാര്യമായിരുന്നു ഈ റാം മിറ്റൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നാളുകൾക്ക് ശേഷം ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത കാണുകയും വാർത്ത എന്താണെന്ന് വെച്ചാൽ ഹരിയാനയിലെ ഒരു സ്റ്റേറ്റിൽ കൂടുതലായി സിവിൽ കേസുകൾ വരുന്നതായും അവിടേക്ക് കൂടുതലായി വക്കീലന്മാരെ നിയമിക്കുന്നതായുമായിരുന്നു ആ വാർത്തയിൽ ഉണ്ടായിരുന്നത്. ഈ വാർത്ത കണ്ട റാം മിറ്റൽ ആ കോടതിയിലേക്ക് 2 ലെറ്റർ അയക്കുകയും അതിൽ ഒന്നാമത്തേത് ആ കോടതിയുടെ ജഡ്ജായിട്ടുണ്ടായിരുന്ന വ്യക്തിക്ക് ഹൈക്കോടതിയിൽ നിന്ന് 2 മാസം ലീവ് അനുവദിച്ചു എന്ന് പറഞ്ഞൊരു ലെറ്ററായിരുന്നു ആദ്യം അയച്ചത്. അതിനുശേഷം ലീവിന് പോയ ആ ജഡ്ജിക്ക് പകരം പുതിയതായി ഒരു ജഡ്ജിയെ നിയമിക്കുന്നതായും ഇനി വരാൻ പോകുന്ന കേസുകളെല്ലാം അദ്ദേഹം എന്നുള്ള ലെറ്ററായിരുന്നു 2ാമത്തെ വർഷം അയച്ചത്. കോടതിയുടെ പുതിയ ജഡ്ജ് റാം മിറ്റൽ നിയമിക്കുകയും അദ്ദേഹത്തിന് കീഴിൽ ഏകദേശം 2470ഓളം കേസുകൾ വരികയും എല്ലാവർക്കും ചെറിയ ലെവലിലുള്ള ശിക്ഷകൾ കൊടുത്ത് അവരെ വെറുതെ വിടുകയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് മുന്നിലേക്ക് വരുന്ന വലിയ കുറ്റങ്ങൾക്ക് മാത്രം വലിയ ശിക്ഷകൾ കൊടുക്കുകയും എന്നാൽ ചെറിയ തെറ്റ് ചെയ്ത് അദ്ദേഹത്തിന് മുന്നിലേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും ചെറിയ ശിക്ഷകൾ കൊടുത്ത് അവരെ വെറുതെ വിടുകയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള എല്ലാ കുറ്റവാളികൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജഡ്ജായി മാറിയിട്ടുണ്ടായിരുന്നു റാം മിറ്റൽ എന്ന് പറഞ്ഞ വ്യക്തി. അവിടെ ഉണ്ടായിരുന്ന മറ്റു ജഡ്ജിമാർക്കും മറ്റു സ്റ്റാഫുകൾക്കും സംശയം തോന്നുകയും അവർ ഹൈക്കോടതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കുറച്ചുപേരെ അയച്ച സമയത്താണ് ഇങ്ങനെ ഒരു പുതിയ ജഡ്ജിയെ അവിടെ നിയമിച്ചതായും അദ്ദേഹം വ്യക്തി ഏകദേശം 2700ഓളം കുറ്റവാളികളെ വെറുതെ വിട്ടതായുമുള്ള വാർത്തകൾ ഹൈക്കോടതി അറിയുന്നതും അതിനുശേഷം ഹൈക്കോടതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. പുറത്തു വന്ന റാം മിറ്റൽ വീണ്ടും കാർ മോഷ്ടിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തെ 3-4 പ്രാവശ്യം പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും 2016 അദ്ദേഹത്തെ അവസാനമായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം ഇന്നുവരെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വാർത്തകളും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്തിടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ